ഹായ്. ഹലോ. നമ്മളിപ്പം പോഡ്കാസ്റ്റ് ചെയ്തിട്ട് കുറേയായി. ശരിക്കും തിരക്കായതുകൊണ്ടാണ്. എനിക്കാണെങ്കിലും എൻ്റെ കൂടെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന കേക്കേക്കാണെങ്കിലും. കാരണം പുള്ളി നാടകം, കാര്യങ്ങള്, ഷോർട്ട് ഫിലിം അതുപോലുള്ള കാര്യങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡ്യൂട്ടി, എഴുത്ത്, കാരണം ബുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പം കണ്ടിന്യൂറ്റി എഴുതുന്നുണ്ട്. പിന്നെ ബുക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ട്. പിന്നെ ചെറിയ റീൽസ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. പിന്നെ ഇവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയോണ്ട് അങ്ങനെ കുറച്ച് ഡിലേയും വന്ന്. സോ പോഡ്കാസ്റ്റ് നല്ല ആൾക്കാർ വരുമ്പോഴത്തേക്ക് എന്തായാലും പോഡ്കാസ്റ്റ് വരും. നമുക്ക് പറ്റിയ ആൾക്കാർ വരുമ്പോഴല്ലേ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. കാരണം മെജോറിറ്റി പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാരും എനിക്ക് തോന്നുന്നു വീട്ടിലുള്ളവരാണ്. അപ്പം അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹമുള്ളവരായിരിക്കും പോഡ്കാസ്റ്റ് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു സ്വപ്നം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കാണുന്ന സ്വപ്നം അത് നേടിയെടുക്കാനായിട്ട് കഷ്ടപ്പെട്ട് കാത്തിരിക്കേണ്ടി വരും. സോ അങ്ങനെ കാത്തിരുന്ന ഒരു വർഷം, ആ ഒരു വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും എൻ്റെ ഷോർട്ട് ഫിലിം. ഞാൻ പലവട്ടവും കണ്ടന്റ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നിപ്പം എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പൂജ കഴിഞ്ഞ് ഷൂട്ടും തുടങ്ങി. മേ ബി ഒരു 2-3 മന്തിൽ കംപ്ലീറ്റ് ആവും. എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും നല്ല ക്രൂ ആണെന്ന് പറയാൻ പറ്റും. അത് ക്യാമറയിലാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ആർട്ടാണെങ്കിലും അഭിനയിക്കുന്നവരാണെങ്കിലും. സോ അപ്പൊ ഇത്രയും കാലം കാത്തിരുന്നാണ്. ഒരു 6 മന്ത് കൊണ്ട് കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകള്, ക്രൂവിനെ കണക്കം, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് ഷൂട്ടിന്റെ അടുത്തെത്താറായപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നിട്ടും കോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വന്നിട്ട് പലവട്ടം നിന്നുപോയൊരു ഷോർട്ട് ഫിലിമാണ്. പക്ഷേ ഇന്നിപ്പം അത്രയും കാത്തിരുന്നത് കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്രൂ ആയിട്ടാണ് ഞാൻ അവിടെ പോയി അത് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം നിങ്ങളോട് പറയണമെന്ന് തോന്നി. സോ അപ്പം പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് അത് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രയത്നിക്കാൻ തന്നെ വേണം. പാതി വഴിയിലോട്ട് പോകരുത്. സോ എൻ്റെ അടുത്ത ഷോർട്ട് ഫിലിമാണ് യൂട്യൂബിലായിരിക്കും റിലീസ്. എൻ്റെ ചാനലും വരും. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാക്സിമം സംസാരിച്ചിട്ട് എൻ്റെ ചാനലിൽ തരുന്നുണ്ടെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ കാണണം. ഞാനിടുന്ന വീഡിയോസ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നത് നിങ്ങളാണ്. ഇപ്പം എൻ്റെ മെജോറിറ്റി ക്രൗഡ് കുവൈറ്റെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എന്നെ കാണുന്ന എനിക്ക് കിട്ടുന്ന ഓരോ ലൈക്കും അതെന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം. സോ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് എൻ്റെ ഈ ഷോർട്ട് ഫിലിം. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കാണണം. സോ ബാക്കി അപ്ഡേറ്റ് ഇടയ്ക്ക് ഞാൻ തരാം. ഫോട്ടോസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. 1-2 കാര്യങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ളത് ഞാൻ നമ്മുടെ സ്റ്റോറിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ഫോട്ടോയൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. എൻ്റെ എല്ലാ സ്റ്റോറികളെയും പോലെ തന്നെ ഈ സ്റ്റോറിയും ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തതാണ്. പുള്ളിക്കാരി എനിക്ക് ചേച്ചി സ്ഥാനത്താണ്. മഞ്ജു മൈക്കിൾ എന്നാണ് പേര്. എൻ്റെ എല്ലാ കഥകളെയും കറക്റ്റ് നടന്ന പുള്ളിക്കാരിയാണ്. മീൻസ് എനിക്ക് അക്ഷരത്തെറ്റുണ്ട്. അപ്പൊ ഈ അക്ഷരത്തെറ്റുകളെല്ലാം മാറ്റി തരുന്നത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ വൈസിലാണ് ഞാൻ ഈ സ്റ്റോറി എഴുതിയത്. ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പം അതുപോലെ തന്നെ എൻ്റെ എല്ലാ സ്റ്റോറീസും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത് അച്ഛനും മമ്മിക്കും വേണ്ടിയിട്ടാണ്. ഇതും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഷോർട്ട് ഫിലിം കൂടെയാണ്. ഇതിനൊക്കെ അപ്പുറം എനിക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഇനി എന്തെന്ന് അറിയാതെ മുന്നോട്ട് ഒരു ഹോപ്പ് ഇല്ലാതെ നിന്ന സമയത്ത് ഞാൻ പെട്ട് പോയൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എൻ്റെ മുന്നോട്ടുള്ള വഴി കാണിച്ചു തന്ന അല്ലെങ്കിൽ കൈപിടിച്ച് നടത്തി വരണം അഞ്ചു കാലത്ത്. എൻ്റെ ആരാണെന്ന് വെച്ചാൽ എൻ്റെ ബെറ്റർ ഹാഫ് എന്ന് പറയാൻ പറ്റും. പുള്ളിക്കാരി തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. സോ എനിക്ക് ഒരു ക്രൗഡിന്റെ മുന്നിൽ വെച്ച് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന തരത്തില്ല. ഇങ്ങനെ ഞാൻ സംസാരിക്കത്തുമില്ല. സോ ഇവിടെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ എൻ്റെ മുന്നിൽ ക്യാമറ മാത്രമാണുള്ളത്. ക്യാമറയ്ക്ക് അപ്പുറത്ത് നിന്നാ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തണ സമയത്ത്. സോ എൻ്റെ എഴുത്താണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഡ്രീംസ് ആണെങ്കിലും എല്ലാം അച്ചീവ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിക്കാരിയാണ്. എന്നാൽ ബിഹൈൻഡ് സീനാണ്. പുള്ളിക്കാരി ഫ്രണ്ടിലൊന്നും വരത്തില്ല. അങ്ങനെ പെട്ടെന്ന് പറ്റില്ല. മേ ബി ഒരു വട്ടം കൂടെ ലൈവിൽ വന്നിട്ടുണ്ട്. സോ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അഞ്ചു പേർക്ക് മാത്രമാണ് മെയിനായിട്ട്. കാരണം ഇന്ന് എൻ്റെ ഒരു സ്റ്റോറി ഷോർട്ട് ഫിലിം ആവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അഞ്ച്.
സോ ഈ ഒരു വീഡിയോ ഈ ഒരു കണ്ടന്റ് എനിക്ക് അറിയത്തില്ല. എത്ര ദിവസം ഞാൻ ഇത് അപ്ലോഡ് ചെയ്തത് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും അത് കാണുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. സോ വേറൊന്നുമില്ല. ഷോർട്ട് ഫിലിമിൻ്റെ അപ്ഡേറ്റ്സ് തരാം. അതുപോലെ പോഡ്കാസ്റ്റ് വരും, വരാതിരിക്കത്തില്ല. ലെങ്ത് കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ പലരും പറയാറുണ്ട് കേട്ടിരിക്കുന്ന രസമാണെന്ന്. എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ മെയിനായിട്ട് ഞാൻ എയിം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തോന്നുന്നു. അവിടെ എത്ര റീഡിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എൻ്റെ വാട്ടർമാർക്കും ഇത് മാത്രമാണ് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് ഇരിക്കുന്നത്. അല്ലാണ്ട് സീറ്റ് അറേഞ്ച്മെന്റ്സോ ഹെവി ആയിട്ടുള്ള മൈക്കോ ക്യാമറയോ ഒന്നുമില്ല. സാധാ ഒരു ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലുള്ള ജെന്യുവൻ ആയിട്ടുള്ള പോഡ്കാസ്റ്റുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. സോ അപ്പം അടുത്ത വീഡിയോ കാണാം.